സിജോ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് പ്രൊവോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ രീതിയിൽ ബിഹേവ് ചെയ്യുക, അല്ലാതെ അടിക്കുകയല്ല വേണ്ടത്. ഒരു മല്ലയുദ്ധത്തിനല്ല വന്നത്, ഇവർ ബോക്സിംഗ് ചാമ്പ്യനെ തിരഞ്ഞെടുക്കാനുള്ള മത്സരമല്ല നടക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ തിരിച്ചു അടി കൊണ്ടേനെ. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നതെങ്കിൽ റോക്കിക്ക് തിരിച്ചു അയാളെ അടി കൊണ്ടേനെ. അവിടെയും സിജോ സംയമനം പാലിച്ച്, സിജോയ്ക്ക് അറിയാം എങ്ങനെയാണ് കളിക്കേണ്ടത്. ഇന്നലെ സിജോയെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ പോലും സിജോ ആ ഗെയിമിൽ തന്നെയാണ്. ഹലോ, അപ്പൊ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ ആറാട്ടായിരുന്നു. കക്ഷി എല്ലാവരെയും റോസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചാണ് വന്നത്. മെയിൻലി റോസ്റ്റ് ചെയ്തത് നമ്മുടെ ജാസ്മിൻ ജബ്രി ടീമിനെയും പിന്നെ ജിൻഡോ, കള്ളക്കുട്ടനായ ജിൻഡോയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ളവരും പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് തന്നെ ജിൻഡോയുടെ ഒരു കലാപ പരിപാടി കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. നമ്മുടെ ശ്രീരേഖ മറ്റോ ഹിറ്റിന്റെ മോസ്കിറ്റോ സ്പ്രേ ചോദിച്ചെന്ന് തോന്നുന്നു. ഹിറ്റിന്റെ ആയിരിക്കണം, കാരണം ഹിറ്റ് സ്പോൺസർഷിപ്പിന് കാശ് കൊടുക്കാത്തതുകൊണ്ടാണോ മറ്റോ. ബിഗ് ബോസ് എന്താണ് ഐറ്റം എന്ന് പറഞ്ഞിട്ടില്ല, എന്താണ് ഐറ്റം എന്ന് നമ്മളെ കേൾപ്പിച്ചില്ല. സ്പോൺസർഷിപ്പിൽ ഹിറ്റില്ലല്ലോ, അപ്പോൾ എന്തിനാണ് അവിടെ പേര് പറഞ്ഞ് അവർക്കൂടെ പ്രൊമോഷൻ കൊടുക്കുന്നത് ഫ്രീ ആയിട്ടെന്ന് ചിന്തിച്ചുകൊണ്ടാവണം ഹിറ്റ് എന്നുള്ള പേര് പറഞ്ഞില്ല. അത് മോസ്കിറ്റോ സ്പ്രേ ആണെന്നും പറഞ്ഞില്ല, എന്തോ മോസ്കിറ്റോ സ്പ്രേ ആണെന്നാണ് അത് കണ്ടെടുപ്പ് തോന്നിയത്. എന്തായാലും അത് ശ്രീരേഖ അബദ്ധത്തിൽ ജിൻഡോയോടും ചോദിച്ചു. ജിൻഡോ കൂളായിട്ട് അവർക്ക് മുഖത്തേക്ക് അടിച്ചു കൊടുത്തു. ഭാഗ്യത്തിന് മുഖത്ത് വീണിരുന്നത് കണ്ണിലെങ്ങാനും വീണത് പണി പാളിയേനെ. ഇനി അടുത്തൊരാളും കൂടെ ഹോസ്പിറ്റലൈസ് ആയതിന്, അടുത്തൊരാളും കൂടെ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും മാറി നിൽക്കേണ്ടി വന്നത്. അതും നല്ല രീതിയിൽ കണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ് ഹിറ്റിന്റെ സ്പ്രേ എന്നൊക്കെ പറയുമ്പോൾ. എന്തായാലും അങ്ങനെ ഒരു കലാപ പരിപാടിയോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത്. അതിനുശേഷം ലാലേട്ടൻ വന്ന് ആറാട്ടം അങ്ങ് തുടങ്ങി. അപ്പോൾ ആറാട്ട് തുടങ്ങിയത് നമ്മുടെ ജിൻഡോയെ വെച്ചിട്ടാണ്. ജിൻഡോയുടെ കള്ളത്തരം, ജിൻഡോ എത്ര കൂളായിട്ടാണ് ഇപ്പോഴും കള്ളത്തരം. ഞാൻ ഇനി മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞു, കക്ഷി ഭയങ്കര കൂളായിട്ടാണ്, ഭയങ്കര തൊലിക്കെട്ടിയാണ് കള്ളത്തരം പറയാൻ. കക്ഷി വിചാരിക്കുന്ന കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാം, കള്ളത്തരം പറഞ്ഞ് മുന്നോട്ട് പോകാമെന്നാണ്. അങ്ങനെ നടക്കില്ല എന്നുള്ള കാര്യം ജിൻഡോയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും ജിൻഡോ പിന്നെയും കള്ളത്തരം പറഞ്ഞു. ആ കള്ളത്തരത്തിന്റെ വീഡിയോസ് എല്ലാം ഇട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തു. അതിനിടയ്ക്ക് രശ്മിൻ എന്തൊക്കെ കയറി പറയുന്നുണ്ടായിരുന്നു. രശ്മിനെയും നല്ല രീതിയിൽ പറഞ്ഞ് ലാലേട്ടൻ മനസ്സിലാക്കി. ഈ ജാസ്മിന്റെ നാടകങ്ങൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കുറച്ച് അഭിനയമാണ്, നമുക്ക് ക്ലിയർലി മനസ്സിലാവുന്നുണ്ട് ഈ ജബ്രി ടീമിന്റെ നാടകങ്ങൾ. എന്നാലും ഗബ്രി ഇന്നലെ അധികം സംസാരിച്ചില്ല. ജാസ്മിനോട് എന്തോ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ ഗബ്രി കൈവക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, ജാസ്മിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഗബ്രി മറുപടി പറയും, ഗബ്രിയോട് ചോദിച്ചാൽ ജാസ്മിൻ പറയും. ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രശ്നം ഉണ്ടാകും, മറ്റേ ആൾ കയറി ഇടപെട്ട് തീരുമാനമാക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ അവർ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ലാലേട്ടൻ തന്നെ ഗബ്രിയോട് പറഞ്ഞു, അയാളോടാണ് ചോദിച്ചത്, അയാൾ മറുപടി പറയട്ടെ, സിമ്പിൾ. അപ്പോൾ ഇന്നലെ ലാലേട്ടന്റെ ദിവസമായിരുന്നു ബേസിക്കലി. ഇന്നലത്തെ എപ്പിസോഡിന് TRP നല്ല രീതിയിൽ തന്നെ കൂടും, കാരണം അത്ര രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അവിടെ കാണാനിരുന്ന പ്രേക്ഷകരും കൈയടിച്ച് പൊളിച്ച് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും കൈയടിക്കാൻ തോന്നി ചില സംഭവങ്ങളും ചില ഡയലോഗ്സും ഒക്കെ കേട്ടപ്പോൾ. അപ്പോൾ ജാസ്മിൻ തുമ്മിയ ചായ കൊടുക്കുന്നതും മറ്റുമൊക്കെ കണ്ടിട്ട് ജാസ്മിൻ എന്നതാണോ, ജാസ്മിൻ വിചാരിച്ച് വേറെ ആരും കാണത്തില്ലെന്നോ അല്ലെങ്കിൽ ശ്രദ്ധിക്കത്തില്ലോ എന്നോ ആണ്. യഥാർത്ഥത്തിൽ അറൗണ്ട് 100 ക്യാമറകൾ ചുറ്റുമുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ബ്ലൈൻഡ് ആവും. ആ ക്യാമറകളൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കില്ല. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറ മറന്നിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ക്യാമറ എല്ലാം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതെല്ലാം പിന്നീട് കാണിക്കുമ്പോഴാണ് ഇതെല്ലാം അവർ കണ്ടിട്ടുണ്ടെന്നുള്ളത് പലപ്പോഴും നമ്മൾ ഉള്ളിലാവുമ്പോൾ ചിത്രീകരിക്കുന്നത്. ഒരു പ്രഷർ കുക്കറിനുള്ളിലാണല്ലോ എല്ലാവരും. അത് മാത്രമല്ല ഈ 100 ദിവസം അല്ലെങ്കിൽ ഒരു എത്ര ദിവസം എന്ന് വെച്ചാണ് ഈ ക്യാമറ ഉണ്ട് രഹസ്യമായിട്ട് സംസാരിക്കണമെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ടായിരുന്ന ഗബ്രിയുടെ ചില കളികൾ. ഗബ്രി ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ക്യാമറയെ വിളിച്ച് സംസാരിക്കേണ്ടതെന്നും ക്യാമറ ക്യാപ്ചർ ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തേണ്ടതെന്നൊക്കെ. അതിന്റെ ചില തെളിവുകൾ ഇന്നലെ ജിൻഡോയും പറയുന്നുണ്ടായിരുന്നു. ബാത്റൂമിൽ നിന്ന് സംസാരിക്കുക, ജാസ്മിൻ വന്ന് ബാത്റൂമിൽ മുട്ടിയിട്ട് ഗബ്രി എന്ന് വിളിച്ചു. അപ്പം താൻ ഗബ്രി അല്ലാത്തതുകൊണ്ട് മറുപടി പറഞ്ഞില്ല. എന്തായാലും ഇപ്പോൾ ബാത്റൂമിനകത്ത് പോകുമ്പോൾ മൈക്ക് ഇവർ ഉപയോഗിക്കാറില്ല. അവിടെ ക്യാപ്ചർ ചെയ്യാൻ മൈക്ക് ഉണ്ടോ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അത് ക്യാപ്ചർ ചെയ്താലും പുറത്ത് വിടുന്നുണ്ടാവത്തില്ല, കാരണം അങ്ങനെയാണല്ലോ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മൈക്കിൽ നിന്നുള്ള ശബ്ദങ്ങൾ പുറത്ത് വിടുന്നത് ശരിയല്ലോ. എന്തായാലും അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്ന സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ 2 ബാത്റൂമിൽ സൈഡ് ബൈ സൈഡുള്ള ബാത്റൂമിൽ നിന്ന് സംസാരിക്കാം, കൂളായിട്ട് സംസാരിക്കാം. അത് ആരും കേൾക്കത്തുമില്ല. ഇവർ രണ്ടുപേരുമാണെങ്കിൽ രഹസ്യമായിട്ട് സംസാരിക്കാനും പറ്റും. ഇവർക്ക് അതിനുള്ള കോഡും ഉണ്ടാവും, കാരണം ഇവർ ഭയങ്കര സൂത്രശാലികളായ രണ്ടുപേരാണ്. ഇവർ രണ്ടുപേരും ഒരാൾ ഔട്ടാൽ മാത്രമേ മറ്റേ കളി യഥാർത്ഥത്തിൽ പുറത്തു വരൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി അകത്തേക്ക് വിട്ടിട്ട് ഇവരുടെ ആ കോംബോ പൊളിച്ചു നീക്കണം. ഇപ്പോൾ തന്നെ ഈ പല കോമ്പിനേഷൻസ് ഉണ്ട്. പലരും നനഞ്ഞ കോഴിയാണിക്കാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ കോംബോ പൊളിക്കണം. പിന്നെ ഇവരെയൊക്കെ ഒരു എനർജൈസ് ചെയ്യാൻ ഒരു വൈൽഡ് കാർഡ് എൻട്രി അത്യാവശ്യമാണ് അവിടെ. അല്ലെങ്കിൽ മറ്റൊരാൾ പുറത്ത് നിന്നൊരാൾ കയറി അവിടെ ഒരു ചെറിയൊരു കുളം കലക്കണം. എങ്കിൽ ഇവർ സ്ട്രാറ്റജിക്കലി കളിക്കാനും തന്ത്രങ്ങൾ മെനാനും ഒക്കെ തുടങ്ങും. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും കൂളായിട്ട് ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോണ്ടന്റ് കിട്ടത്തില്ല. എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജിയും മറ്റും ഉപയോഗിച്ച് ചില വൺ ലൈനേഴ്സോ ചില സംഭവങ്ങളൊക്കെ കിട്ടിയാലേ നമുക്കൊരു കാണാനൊരു രസമുള്ളൂ, എങ്കിൽ പ്രേക്ഷകരും ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ അഖിൽ മാരാറിന് ഒപ്പോണൻസ് ഇല്ലായിരുന്നു, ശക്തരായ എതിരാളികളില്ലായിരുന്നെങ്കിലും അഖിൽ മാരാർ തൻ്റെതായ രീതിയിൽ ചില ഗിമ്മിക്കുകളും മറ്റും കാണിച്ച് നമ്മളെ എന്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ എപ്പിസോഡിലായിരുന്നു ഏറ്റവും രസമായിട്ടുള്ള, ഏറ്റവും ശക്തരായിട്ടുള്ള, സീസൺ 1 ഏറ്റവും ശക്തരായിട്ടുള്ള കോമ്പറ്റൻസ് ഉണ്ടായിരുന്നു, കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നത്. അതിൽ സാബുമോൻ ഉണ്ടായിരുന്നു, പേർളി മാണി ഉണ്ടായിരുന്നു. അങ്ങനെ ശക്തരായ കണ്ടസ്റ്റൻസ് ആയിരുന്നു. അതുകൊണ്ട്
അതിൻ്റെ ഒരു രസമുണ്ടായിരുന്നു. അതും അതിനകത്ത് ആ റൊമാൻറ്റിക് ജോഡിയായ ശ്രീനിഷ് പേളിഷ് ജോഡി, അതും അവിടെ റിയൽ പ്രണയമായതുകൊണ്ട് നമുക്ക് കാണാൻ രസമുണ്ടായിരുന്നു. ഇപ്പം ജബ്രി കളിക്കുന്നതൊക്കെ വെറും ഫേക്കാണ്. അവർ എന്തൊക്കെയോ നേടാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി മാത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ജാസ്മിൻ്റെ ഭാഷയിൽ പറയുന്ന സ്ട്രാറ്റജി. അപ്പോൾ സ്ട്രാറ്റജി മാത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ജാസ്മിൻ്റെ ഫാദറുമായിട്ടുള്ള ഇൻ്റർവ്യൂ മറ്റും വന്നിരുന്നു. ജാസ്മിൻ്റെ ഫാദറിന് ഒരു പ്രശ്നമില്ലെന്നാണ് അയാൾ തന്നെ പറയുന്നത്. നാട്ടുകാരും പറയുന്നത് അയാൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന്. അപ്പോൾ അയാൾ സംസാരിച്ച കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. കളിക്കേണ്ട കാര്യങ്ങളെ പറ്റി എന്തോ, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തെ പറ്റി എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മളെ കാണിക്കാത്തത്, ബിഗ് ബോസ് ആ സംഭാഷണം കാണിക്കാത്തത് തെറ്റായി എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. അത് പേഴ്സണൽ ആണെങ്കിലും എത്ര പേഴ്സണൽ ആണെങ്കിലും അത്ര പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം മുമ്പ് എഗ്രിമെന്റ് ചെയ്തിട്ടാണല്ലോ ഇവർ അകത്തേക്ക് വരുന്നത്. അപ്പോൾ അച്ഛനും മകളുമായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കട്ടെ. എല്ലാ അച്ഛനമ്മമാരോ ഫ്രണ്ട്സോ ഹസ്ബൻഡ്സോ ഒക്കെ വിളിക്കട്ടെ, സ്പൗസസോ ഒക്കെ വിളിക്കട്ടെ, വിളിച്ച് സംസാരിക്കട്ടെ, പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കട്ടെ. നമ്മൾ കാണണ്ട. അല്ല ജാസ്മിന് മാത്രം ഒരു സ്പെഷ്യൽ പേഴ്സണൽ കാര്യം സംസാരിക്കുക എന്ന് വെച്ചാൽ ശരിയാണെന്ന് തോന്നില്ല. അതിനിടയ്ക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ രശ്മിൻ കുറച്ച് ഓവർ സ്മാർട്ട് ആക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. രശ്മിനെയും ലാലേട്ടൻ അടിച്ചിരുത്തി. അപ്പൊ സിജോ പോയിട്ട് ആരും അന്വേഷിച്ചില്ല. റോക്കി കൊടുത്ത് കരഞ്ഞു, അത് നമ്മൾ കണ്ടതാണ്. റോക്കി കൊടുത്ത് വരെല്ലാം ഭയങ്കര കരച്ചിലാണ്. എന്നാൽ സിജോയ്ക്കാണ് ഇടി കിട്ടിയത്. സിജോ അടുത്ത് ആരും കരയുന്നില്ല. അങ്ങനെ റോക്കി പുറത്ത് റോക്കി റിട്ടേൺ വേണമെന്ന് നമ്മൾ PR ക്യാമ്പയിനോ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ റിട്ടേൺ വരേണ്ട കാര്യമൊന്നുമില്ല, റിട്ടേൺ വരികയുമില്ല. റോക്കി റിട്ടേൺ വന്നാൽ ഈ ഷോയ്ക്ക് തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ റോക്കി പോയതിന് കരഞ്ഞിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ സിജോയ്ക്ക് എന്ത് പറ്റിയെന്നോ, സിജോ ഹോസ്പിറ്റലൈസ് ആയിട്ട് എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഒന്നും ആരും അന്വേഷിക്കുന്നുണ്ടായിരുന്നില്ല. അതിനും ലാലേട്ടൻ കണക്കിന് കൊടുത്ത് ചിലരൊക്കെ ന്യായീകരണം നിർത്താനാണ് അതിനിടയ്ക്ക് ശ്രമിച്ചത്. അപ്പോൾ ജിൻഡോ അവിടെ ചെറിയൊരു ഓവർ സ്മാർട്ട് കളി കളിച്ചു എന്നാണ് സത്യം. ആരും അന്വേഷിച്ചില്ല എന്ന് ഉറക്കെ എഡിറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അതെ, ആരും അന്വേഷിച്ചില്ല. അത് തന്നെയാണ് ലാലേട്ടനും പറഞ്ഞത്. നിങ്ങളത് എംഫസൈസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല മിസ്റ്റർ ജിൻഡോ. നിങ്ങൾ ഓവർ സ്മാർട്ട് കളിച്ച് എന്ത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവ് തന്നെയാണ് വരുന്നത്. ഞങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ പൊട്ടമാരല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ എന്തായാലും ആരും അന്വേഷിച്ചില്ല സിജോയുടെ കാര്യം. അത് ഇവർക്കെല്ലാം ഉള്ളിൽ ഇരിപ്പ്. മിക്കവാറും സിജോ പോയത് നല്ല കാര്യമായി എന്നായിരിക്കണം. കാരണം സിജോ തന്ത്രജ്ഞനായ ഒരു കളിക്കാരനാണ്. സിജോയ്ക്ക് തന്ത്രങ്ങൾ അറിയാം. സിജോ തന്ത്രങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അവസാനത്തെ 5 പേരിൽ എന്തായാലും സിജോ ഉണ്ടാവാൻ സാധ്യത ഒരു 90% സാധ്യതയുണ്ട്. അപ്പം സിജോ ഉള്ളത് ഇവർക്കെല്ലാം പാരയാവുന്നവർക്കറിയാം. സിജോ പോയതുകൊണ്ട് അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല. ആക്ച്വലി 2 സ്ട്രോങ് ആയിട്ടുള്ള കളിക്കാരാണ് പുറത്തു പോയത്, റോക്കിയും സിജോയും. പക്ഷേ റോക്കിക്ക് ഒരു കാര്യം അറിയേണ്ടത്, സിജോ പ്രൊവോക്ക് ചെയ്തിട്ടാണ് റോക്കി അയാൾ അടിച്ചതെന്നൊക്കെ ചില കമന്റ്സും സോഷ്യൽ മീഡിയ ചാനലുകളിലും മറ്റും കണ്ടു. പക്ഷേ പ്രൊവോക്ക് ചെയ്യപ്പെടാനാണെങ്കിൽ ഈ ഗെയിമിന് വേണ്ട കാര്യമില്ല. ഇതൊരു മൈൻഡ് ഗെയിമാണ്, ഇതൊരു ഫിസിക്കൽ ഗെയിം അല്ല. ലാലേട്ടനത് ഇന്നലെ വീണ്ടും എടുത്തു പറഞ്ഞു. ഇതൊരു ഫിസിക്കൽ ഗെയിം അല്ല, ഇതൊരു മൈൻഡ് ഗെയിമാണ്. സിജോ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് പ്രൊവോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ രീതിയിൽ ബിഹേവ് ചെയ്യുക, അല്ലാതെ അടിക്കുകയല്ല വേണ്ടത്. ഇതൊരു മല്ലയുദ്ധത്തിനല്ല വന്നത്. ഇവരൊരു ബോക്സിംഗ് ചാമ്പ്യനെ തിരഞ്ഞെടുക്കാനുള്ള മത്സരമല്ല നടക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ തിരിച്ചു അടി ഉണ്ടായേനെ. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നതെങ്കിൽ റോക്കിക്ക് തിരിച്ചു അയാളെ അടി ഉണ്ടായേനെ. അവിടെയും സിജോ സംയമനം പാലിച്ച്, സിജോയ്ക്ക് അറിയാം എങ്ങനെയാണ് കളിക്കേണ്ടത്. ഇന്നലെ സിജോയെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ പോലും സിജോ ആ ഗെയിമിൽ തന്നെയാണ്. സിജോയുടെ ഗെയിം മറുപടികൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിജോ ഇപ്പോഴും ഉറപ്പിക്കുന്നുണ്ട് താൻ ഗെയിമിൽ തന്നെയാണ്, താനൊരു ഗെയിമറാണ് എന്ന്. കാരണം ഇനി തിരിച്ചു വന്നാലും സിജോയ്ക്ക് അവിടെ സ്ട്രോങ് ആയിട്ട് കളിക്കാൻ പറ്റും. ഇപ്പോഴും അയാൾ ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. പ്രേക്ഷകർ കാണുമ്പോഴും അയാൾക്ക് ഒരു പോസിറ്റീവ് ഇമേജ് തന്നെയാണ്. അപ്പോൾ അയാൾ എത്രയോ നെഗറ്റീവ് ആയിക്കോട്ടെ, അയാൾ എത്രയോ തന്ത്രങ്ങൾ കളിച്ചോട്ടെ, എന്തോ ചെയ്തോട്ടെ, പക്ഷേ അയാൾക്ക് ഇപ്പോഴും ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ട്. അതിന് നിങ്ങൾ മാർക്ക് കൊടുക്കണം. കാരണം സിജോ ഇപ്പോഴും പറയുന്നത് താൻ ആ ഗെയിമിൽ പറ്റിയതാണ്, അതിന് അയാൾക്ക് വിരോധമൊന്നുമില്ല, അയാൾക്ക് പരാതിയൊന്നുമില്ല, താൻ ശക്തനായി തന്നെ തിരിച്ചു വരും, കപ്പ് നേടും. അതാണ് വേണ്ടത്, അതാണ് കഴിവ്, അതാണ് ക്വാളിറ്റി, അതാണ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന് വേണ്ട ബേസിക് ക്വാളിറ്റി അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടർ. അത് തന്നെയാണ് സിജോ കാണിച്ചത്. അപ്പോൾ സിജോ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുക. അതല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസ് ഇപ്പോൾ ഒരു ഉറങ്ങിയ വീടാണ്. അവിടെ ഒരു ഗെയിമും സത്യത്തിൽ നടക്കുന്നില്ല. എന്തെങ്കിലും ടാസ്ക് കൊടുക്കുന്നു, ആ ടാസ്ക് ഉറക്കം തൂങ്ങി ആരൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് തന്നെ ഒരു ഉറക്കം തൂങ്ങിയ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതും ക്യാപ്റ്റൻ എന്നുള്ളത് തന്നെ ഒരു അർത്ഥമില്ലാത്ത പൊസിഷനാണ് ഇപ്പോൾ. കാരണം ഈ പവർ ടീമിൻ്റെ കയ്യിലാണ് മാക്സിമം പവർ ടീമാണ് എല്ലാം തീരുമാനിക്കുന്നത്. ക്യാപ്റ്റൻ ഒരു കളിപ്പാവ പോലെ അല്ലെങ്കിൽ ഒരു നോക്കൂത്തി പോലെ ആയിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം മാറ്റിപ്പിടിച്ച് എവിടെയാണ് മാറ്റിപ്പിടിക്കേണ്ടതെന്ന് ബിഗ് ബോസിനും അറിയത്തില്ലെന്ന് തോന്നുന്നു. എന്തോ ആ ഗെയിം അങ്ങോട്ട് കറക്റ്റായിട്ട് വരുന്നില്ല. ആ പവർ ടീമിനെ ഉപയോഗിച്ച് മാക്സിമം ഗെയിം അവിടെ ക്രിയേറ്റ് ചെയ്യാനായിരുന്നു ബിഗ് ബോസിന്റെ പ്ലാൻ എന്ന് തോന്നുന്നു. പക്ഷേ ഈ പവർ ടീം തന്നെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയതുകൊണ്ടും പവർ ടീമിന് അവിടെ പവർ നേരെ ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടും അതങ്ങോട്ട് കറക്റ്റായിട്ട് പ്ലേസ് ആവുന്നില്ല. ഇപ്പം രശ്മിനെ പോലെ 2-3 പേർ കൂടി ആ പവർ ടീമിലുണ്ടായിരുന്നെങ്കിൽ അവർക്ക് തമ്മിൽ ചിലപ്പോൾ വാക്ക് തർക്കങ്ങളോ ഒരുമയില്ലായ്മയൊക്കെ വന്നേനെങ്കിലും ആ പവർ ടീം കുറച്ചുകൂടി ശക്തമായിട്ട് തീരുമാനങ്ങൾ എടുത്തേനെ. ഇപ്പം രശ്മിനാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ജിൻഡോ അതിനെ എന്തൊക്കെയോ പറഞ്ഞ് എഗ്രി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കാരണം ജിൻഡോയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കുറച്ച് കുറവാണ്. പല കാര്യങ്ങളും ചിന്തിച്ച് കണ്ടെത്താനുള്ള കഴിവും കുറവാണ്. കക്ഷി സത്യത്തിൽ പറഞ്ഞാൽ മണ്ടത്തരങ്ങൾ തന്നെയാണ് പലതും കാണിക്കുന്നത്, പറയുന്നതല്ല. പിന്നെ ആകെ അറിയാവുന്ന പണി കള്ളത്തരം പറയലാണ്. സിഗരറ്റ് വലിച്ച് കൂർക്കം വലിച്ച് ഉറങ്ങിയിട്ട് സിഗരറ്റ് വലിച്ചായിരുന്നു എന്ന് പറയുക. അങ്ങനെയൊക്കെ പല
കള്ളത്തരങ്ങൾ മാത്രമാണ് ജിൻഡോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ആറാട്ടായിരുന്നു എന്നതാണ് സത്യം. നിങ്ങൾക്ക് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട്, വീക്കെൻഡ് എപ്പിസോഡ് കണ്ടിട്ട് എന്താണ് തോന്നിയത് എന്നുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഈ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.